മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്മരണ പുതുക്കുന്ന പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം റമളാനിലേതുപോലെ നോമ്പ് പിടിക്കാൻ നമ്മളോട് പറഞ്ഞോ? ഇല്ല. പിന്നെ റമളാൻ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം നിഷിദ്ധമാക്കിയ 4 മാസങ്ങളിൽ പെടാതെ മാറ്റി നിർത്തുകയും ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ബദർ യുദ്ധം നടക്കുകയും ചെയ്ത റമളാൻ യുദ്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുത്ത റമളാൻ, പവിത്രമായ മാസങ്ങളെക്കാൾ ഒരുപിടി പവിത്രതയും പ്രാധാന്യവുമുള്ള റമളാൻ, എന്തുകൊണ്ട് റമളാൻ ആ പ്രാധാന്യമുണ്ടായി? ദുൽഹജ്ജിനില്ലാത്ത, ദുൽഖഅദിനില്ലാത്ത, മുഹറത്തിനില്ലാത്ത, റജബിനില്ലാത്ത പ്രാധാന്യം എന്തുകൊണ്ട് റമളാൻ ഉണ്ടായി? ഷഹ്റു റമളാൻ അല്ലദീ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, റമളാൻ മാസം ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ മാസം. ഹുദൽ ലിന്നാസ്, എന്താണ് ഖുർആനിന്റെ ലക്ഷ്യമെന്നറിയുമോ? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള സന്മാർഗമാണ്, സന്മാർഗത്തിന്റെ വിശദീകരണമാണ്. വൽ ഫുർഖാൻ, നന്മയെയും തിന്മയെയും സത്യത്തെയും അസത്യത്തെയും വിവച്ഛേദിച്ച് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ ഇറങ്ങി എന്നതാണ് റമളാന്റെ സവിശേഷത.